ഇതിലേക്ക് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി സംഘടനകളും ഇന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രതിഷേധങ്ങളെ തുടർന്ന് ടെസ്റ്റ് നടത്താൻ കഴിയാതെ മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാർ മടങ്ങിപ്പോയി. ഡ്രൈവിംഗ് സ്കൂളുകളെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനമാണ് ഗതാഗത വകുപ്പ് മന്ത്രി ചെയ്യുന്നതെന്ന് CITU ആരോപിച്ചു. അതേസമയം പരിഷ്കരണം പിൻവലിക്കില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിലും സമരം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ ഇപ്പോഴത്തെ തീരുമാനം. ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ മോട്ടോർ വാഹന വകുപ്പിനുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലർ അതേപടി നടപ്പിലാക്കുകയല്ലാതെ മറ്റൊരു വഴി ഉദ്യോഗസ്ഥർക്കില്ല. പക്ഷേ പുതിയ പരിഷ്കാരം ഇവിടെ നടപ്പാക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമസ്ഥരും തൊഴിലാളി സംഘടനകളും. ഗ്രൗണ്ടുകൾ ആധുനിക നിലവാരത്തിൽ സർക്കാർ തന്നെ നവീകരിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രധാന ആവശ്യം. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 30 വെട്ടിച്ചുരുക്കിയതും ഡ്രൈവിംഗിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടാകരുത് എന്ന തീരുമാനവും സ്കൂൾ ഉടമകളെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് സംയുക്ത സമരസമിതി പറയുന്നു. സാധാരണക്കാരായ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമില്ല. ഞങ്ങളാരും വലിയ ടാറ്റയും വെള്ളയൊന്നും അല്ല, വെറും സാധാരണക്കാരാണ്. അതായത് ഞങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി 4/24 എന്നൊരു സർക്കുലർ രംഗത്തിറക്കി. ആ സർക്കുലർ നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ സ്വയം മതിയാക്കി പോവേണ്ടി വരും. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവരെ ഗ്രൗണ്ടിൽ പ്രവേശിപ്പിച്ചതിന് പോലീസും സമരക്കാരുമായി തർക്കമുണ്ടായി. ഗിയറുള്ള വണ്ടി ഓട്ടിക്കണമെന്നാണ് പറയണത്. 60 വയസ്സായ സ്ത്രീനെ ഞങ്ങൾ ബുള്ളറ്റ് കയറ്റി വിടട്ടോ. ഇതൊക്കെ ഒരു ന്യായമില്ല കുട്ടി. മധ്യ കേരളത്തിലും ഒരിടത്തും ടെസ്റ്റ് നടന്നില്ല. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റ് ഗ്രൗണ്ട് അടച്ചാണ് എറണാകുളത്ത് പ്രതിഷേധിച്ചത്. സമരക്കാർക്കെതിരെ മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തി. കോടതി പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പിൻവലിക്കാമെന്ന് മന്ത്രി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് 4 മിനിറ്റ് കൊണ്ടും 3 മിനിറ്റ് കൊണ്ടും ഒരു ലൈസൻസ് കൊടുത്ത് തീർത്തേക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് തന്നാൽ തീർച്ചയായിട്ടും അനുസരിക്കാൻ ഇവർ പ്രതിഷേധിച്ചോട്ടെ. എനിക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല, എന്റെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ലല്ലോ. മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ ഉണ്ടെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വിമർശിച്ചു. സർക്കാർ പിൻവലിക്കും വരെ ടെസ്റ്റ് ബഹിഷ്കരണവുമായി മുന്നോട്ട് പോകാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. പ്രതിഷേധങ്ങൾക്കും ബഹിഷ്കരണങ്ങൾക്കും ഇടയിൽ കുടുങ്ങിപ്പോകുന്നത് മാസങ്ങളായി ടെസ്റ്റിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ്. 100 കണക്കിന് ആളുകളാണ് ഇന്ന് ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയാതെ തിരികെ പോയത്. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഇന്ന് പ്രതിഷേധം പകൽ ശക്തമായി തന്നെ നടത്തിയ ആളുകൾ. അപ്പോൾ ഈ പുതിയ നിയമങ്ങൾ കൊണ്ട് അപേക്ഷകർക്കോ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർക്കോ ഒരു പ്രയോജനവുമില്ലെന്നും ഡ്രൈവിംഗ് സ്കൂളുകളെ തകർക്കാനുള്ള നടപടിയാണ് ഇപ്പോഴത്തേതെന്നുമാണ് പ്രതിഷേധക്കാർ ഇന്ന് വിളിച്ചു പറഞ്ഞത്. കാണാം നമുക്ക് ചില പ്രതികരണങ്ങൾ. എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. ഇത്രയും കാലം എനിക്ക് ലൈസൻസ് ഉണ്ട്, അപ്പോൾ അത് എളുപ്പമായിരുന്നു. ഇപ്പം പാടായിരിക്കും, പക്ഷേ നമ്മുടെ റോഡിൽ അപകടം കുറയാനും അങ്ങനത്തെ രീതിയിൽ നോക്കുവാണെങ്കിൽ ഇത് നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഡ്രൈവിംഗ് അറിയാവുന്നവർ മാത്രമേ ഇപ്പോൾ ലൈസൻസ് എടുക്കത്തുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഴയ ടെസ്റ്റിംഗ് രീതി വെച്ചിട്ടാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. അതിൽ പക്ഷേ പലരും ഇല്ലീഗലായിട്ട് ഇത് കിട്ടിയിട്ട്, അതായത് ലൈസൻസ് കിട്ടിയിട്ട് അറിഞ്ഞുകൂടാത്തവരും പലരും ഇപ്പം വണ്ടികൾ ഓട്ടിക്കുന്നുണ്ട്. പുതിയ നിയമം വരുന്നത് നല്ലതാണ്. കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് തടയുന്നതിൽ എനിക്ക് എതിർപ്പാണായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് അത് പ്രതീക്ഷ നിൽക്കുകയല്ലേ. നിലവിലുള്ള രീതിയിൽ അതും വളരെ മെച്ചമായിരുന്നു. പക്ഷേ ഇനിയുള്ളത് എല്ലാ സംഘടനകളെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും വിളിച്ച് എന്തൊക്കെയാണ് പരിഷ്കാരത്തിൽ വേണ്ടത്, ആ രീതിയിൽ അവരൊരു ജനങ്ങളുടെ ഇടയിൽ എല്ലാവരും അവബോധം നടത്തിയതിന് ശേഷം പ്രായോഗികമായിട്ട് ജനങ്ങൾക്കെല്ലാം ഗുണപ്രദമായ രീതിയിൽ, എതിർപ്പില്ലാത്ത രീതിയിൽ നടത്തേണ്ടതായിരുന്നു. പക്ഷേ അവരത് കാണിച്ചത് മോശമായി പോയി അല്ലേ. എത്രയോ ജനങ്ങളിതിലേക്ക് വേണ്ടി ഇരുന്ന്, പക്ഷെ അത് ചെയ്തത് മോശം തന്നെയാണ്. അവർ എങ്ങനെ പരാമർശിക്കണമെന്ന് പറഞ്ഞെങ്കിൽ മൂപ്പര് നമ്മൾ ഗുണ്ടാണ്, പിന്നെ ഗുണ്ടായിസ കാട്ടിക്കോട്ട് നടക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മാഫിയകളാണ്. നമ്മൾ മാഫിയകൾ കൊണ്ടാകുന്നില്ല, അന്തസ്സായിട്ട് ഇവിടെ പഠിച്ച് ജീവിച്ചു പോണ്. ഒരു നേരത്തെ കഞ്ഞി കുടിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവരൊക്കെ ഒരു ടെസ്റ്റ് പാസ്സായി കിട്ടാനൊക്കെ വളരെ വില കൈയും കാലം പിടിച്ച് അങ്ങനെ കിട്ടിട്ട്. ഈ മലപ്പുറം ജില്ലയിൽ എത്രയോ പ്രായം ചെന്ന ആൾക്കാരും ജീവിക്കാൻ തന്നെ മാർഗ്ഗമില്ലാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ ഗുണ്ടകളും മാഫിയകളാണെന്നുള്ള ഒരു ജില്ലേനെ മുഴുവൻ മുദ്രകുത്താൻ പാടുണ്ടോ? അത് ചെയ്യുന്നത് തെറ്റന്നെയല്ലേ? ശക്തമാണ്. ഇനിയും ഇതിൽ കൂടുതൽ ശക്തമാണ്. നമ്മളെ കാര്യങ്ങൾ ഈ 4/24 സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ നമ്മൾ ഇനി അനിശ്ചിതകാലത്തിലോട്ട് പോകും.
ചില പ്രേക്ഷകരൊക്കെ പറയുന്നത് ഈ പുതിയ നിയമങ്ങൾ തന്നെ കൊണ്ടുവരണം, മാത്രമല്ല മന്ത്രി കെ ബി ഗണേഷ് കുമാർ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ഈ പ്രതിഷേധമൊക്കെ ഒത്തുതീർന്ന് മുന്നോട്ട് പോകട്ടെ. കാര്യം സമരം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ.